പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം? ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പോൾ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത്? EP ജയരാജൻ എന്തിനാണ് കാണുന്നത്? VD സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പം എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുക ചെയ്ത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം? ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്താണ് ജയരാജൻ്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ്. കേരളത്തിലെ CPM-നും CPM നേതാക്കൾക്കും BJPയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ അൻവറിൻ്റെ ഒരു ടെലിഫോൺ സംഭാഷണം, പ്രത്യേകിച്ച് മുൻ SP-യുമായിട്ട്, അതിൽ ഈ ADGP അജിത് കുമാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അജിത്തിൻ്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലൊരു അത് ഭൂഷണമാണോ, അത്തരത്തിലുള്ളൊരു വിപുലമായ അന്വേഷണത്തിൻ്റെ സാധ്യതയല്ലേ തുറന്നിരുന്നത്? ഭരണകക്ഷി MLA-യും പത്തനംതിട്ട SP-യും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ മൊത്തം തലയിലൊരു പുതപ്പ് ഇടുന്നതായിരിക്കും നല്ലത്. ഇനി പുതപ്പിട്ട് ഇറങ്ങിയായിരിക്കും, തലയിൽ മുണ്ടിട്ട് ഇറങ്ങാന്നുള്ളതാണ്. അത് വ്യക്തികളുടെയാണ് പറയാറുള്ളത്. ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും ആഭ്യന്തര വകുപ്പും ഇത്രമാത്രം അധപ്പതിച്ചൊരു അടിമക്കൂട്ടമായി മാറിയ രംഗമില്ല. സ്കോട്ട്ലൻഡ് യാർഡിനെ വെല്ലുന്ന പോലീസായിരുന്നു കേരളത്തിലെ പോലീസ്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, കേരളത്തിലെ പ്രതിപക്ഷം പോലീസിനെ കുറിച്ച് പറഞ്ഞത് എന്താ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഒരു കാര്യമില്ല, ഒരു ഉപജാപക സംഘം. ആ ഉപജാപക സംഘം എന്ന് ഞങ്ങൾ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും പറഞ്ഞിട്ടുണ്ട്. അത് ശരിവെച്ചില്ലേ? ഇപ്പോൾ ശരിവെച്ചില്ലേ? കാരണം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു VD സതീശൻ. അദ്ദേഹം പറയുന്നത് ഇത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള കൂടിക്കാഴ്ചയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് പോകാൻ അതിന് കൂട്ടുനിൽക്കുന്നത്, കുടപിടിക്കുന്നത് എന്നതിലൊക്കെയുള്ള വിശദീകരണമാണ് ഇനി വരേണ്ടത് എന്ന തരത്തിലേക്കാണ് VD സതീശൻ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ആ വെളിപ്പെടുത്തൽ വന്നത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് ആ വിവാദം ഉയർന്നത്. അതിനുശേഷം പിന്നീട് അതിന്റെ പ്രതികരണം വരുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അതിന് കൃത്യമായ മറുപടി നൽകുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വിഷയം ഇന്നലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നു. EP ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ VN വാസവനെ പോലെയൊക്കെയുള്ള നേതാക്കൾ രംഗത്തെത്തി. ഇന്ന് സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും ഈ വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത്, ആ സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുമെന്നുള്ളത് ഉറപ്പായ സ്ഥിതിക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ കണ്ണൂരിലേക്ക് പോവുകയും ചെയ്തു. അദ്ദേഹം നിലവിൽ കണ്ണൂരിലെ വസതിയിലാണുള്ളത്.